നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസത്തിനായിട്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന അവിടുത്തെ ദാനമാകുന്നല്ലോ കർത്താവേ. നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോയമ്പുകാല ചിന്തകൾ ക്രമീകരിച്ച സീനിയർ സ്റ്റാർസിൻ്റെ ഭാരവാഹികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ധ്യാനം അവിടുത്തെ നാമമഹത്വത്തിനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയോജനത്തിനുമായി തീരണമേ. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ കെടുതിയിൽ കഷ്ടപ്പെടുന്ന ഏവരെയും മറച്ചു കൊള്ളണമേ. അങ്ങേ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 11 വാക്യം മുതൽ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളാണ്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. തുടർന്ന് വേറെ കുറെ അനുഗ്രഹങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും സാധ്യമാകുന്നത് എപ്പോൾ എന്നതാണ് ഇന്നത്തെ വിഷയമായി ദൈവം അടിയന് തന്നിട്ടുള്ളത്. ഇവയൊക്കെയും നമുക്ക് സാധ്യമാക്കി തരുന്നത് എപ്പോഴാണ് എന്ന് വെച്ചാൽ യെശയ്യാവ് 58 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുക. അതിനകത്ത് അന്യായ ബന്ധനങ്ങളെ എന്ന് തുടങ്ങിയ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ കൂടെയാണല്ലോ നാം നോമ്പ് കാലത്ത് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് 7-ാം വാക്യം എന്നെ ഒരുപാട് ടച്ച് ചെയ്തു. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നിന്റെ മാംസരക്തങ്ങളായവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ എന്നിട്ടുള്ള വാക്യങ്ങൾ. വിശപ്പുള്ളവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയായിരുന്നു. ദിവംഗതനായ റൈറ്റ് റവറൻഡ് ഡോക്ടർ KJ സാമുവൽ തിരുമേനി വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരനുഭവ സാക്ഷ്യം ഇത്തരണത്തിൽ ഓർക്കുകയാണ്. അന്ന് അദ്ദേഹം ഒരു പട്ടക്കാരനായിരുന്നു. അവർക്ക് 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു മകൾ മരിച്ചു പോയിരുന്നു. ഈ സംഭവം അച്ഛനെയും കൊച്ചമ്മയും വല്ലാതെ അലട്ടിയിരുന്നു. അതേ വർഷത്തെ ഒരു ക്രിസ്മസ് കാലത്ത് കരോൾ സർവീസിൻ്റെ അന്ന് അച്ഛനും കൊച്ചമ്മയും മനസ്സിൽ സങ്കടമൊക്കെ ഒതുക്കി ധൃതി വെച്ച് കരോൾ സർവീസിന് പോകാൻ ഒരുങ്ങുമ്പോൾ ആരോ വാതിൽക്കൽ മുട്ടുന്നത് കേട്ടു. അച്ഛൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു വൃദ്ധമാതാവ് അഥവാ ഒരു യാചകി മുൻപിൽ നിന്ന് ചോദിക്കുകയാണ്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് തരാൻ എന്ന്. അച്ഛനാകെ വിഷമത്തിലായി. ഈ ഭിക്ഷക്കാരിക്ക് എന്തു കൊടുക്കാൻ നിന്നാൽ പള്ളിയിൽ നേരം പോരെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കരോൾ സർവീസ്. അച്ഛൻ നോക്കിയപ്പോൾ ആ സഭയിലെ ആൾക്കാർ അച്ഛന് ഗിഫ്റ്റായിട്ട് കുറേ കേക്കുകൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കാര്യം ഓർത്തു. ഓടിച്ചെന്ന് ഒരു 1/2 കിലോയുടെ പാക്കറ്റ് കേക്ക് എടുത്തുകൊണ്ട് വന്ന് ആ വൃദ്ധ മാതാവിന് കൊടുത്തു. അവർ ആ തിണ്ണയിലിരുന്ന് ആ പാക്കറ്റ് ധൃതിയിൽ പൊട്ടിച്ച് ആർത്തിയോടെ തിന്നാൻ തുടങ്ങി. പല്ലുകൾ കുറേയൊക്കെ ഇല്ല, എങ്കിലും ആ കഴിപ്പ് കണ്ടാൽ ഒരു പകലിൻ്റെ വിശപ്പ് പ്രകടമായിരുന്നു. അച്ഛൻ വീണ്ടും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഓർത്തത്, ഇവർക്ക് വെള്ളം ഒന്നും കൊടുത്തില്ലല്ലോ. എങ്ങാനും വിക്കിപ്പോയാൽ ഉടനെ വേഗം ചെന്ന് കുടിക്കാൻ പാകത്തിലുള്ള ചൂടോടെ ഒരു ഫ്ലാസ്കിൽ എപ്പോഴും കട്ടൻ കാപ്പി ഇരിക്കുന്ന ഓർത്തു. അത് ഒരു ഗ്ലാസ്സിൽ പകർന്ന് കൊണ്ട് കൊടുത്തു. അത് അവർക്ക് കിട്ടിയപ്പോൾ ഉള്ള ആശ്വാസം. വയറും നിറഞ്ഞു. അച്ഛനോട് ആ സ്ത്രീ ചെളി നിറഞ്ഞ വിറയാർന്ന കൈകൾ ഉയർത്തി പറഞ്ഞു, കുഞ്ഞെ, ദൈവം അനുഗ്രഹിക്കും എന്ന്. ആ അനുഗ്രഹത്തിന് ഒരു വലിയ ഇമ്പാക്റ്റ് അച്ഛൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഈ നന്മ പ്രവൃത്തിയിൽ തീർച്ചയായും ദൈവം പ്രസാദിച്ചിട്ടുണ്ട്. ദൈവവും അനുഗ്രഹിച്ചു. അച്ഛൻ പിന്നീട് തിരുമേനിയായി, ഡെപ്യൂട്ടി മോഡറേറ്ററായി, പിന്നീട് മോഡറേറ്ററായി. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറി പ്രസിഡന്റ്, പിന്നെ ഓൾ ഇന്ത്യ ഓക്സിലറി പ്രസിഡന്റ്, ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്നിങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും തിരുമേനി ദൈവത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം വിറയാർന്ന കൈകളുടെ അനുഗ്രഹവും എങ്ങനെയോ ഓർക്കുമായിരുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരു ടേക്ക് അവേ പോയിന്റായിട്ട് പറയാനുള്ളത്, നമ്മുടെ അടുത്ത് വരുന്നവരെ നാം ഉപേക്ഷിക്കാതിരിക്കുക. സമയമില്ല എന്ന എക്സ്ക്യൂസ് വേണ്ട. നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു സഹായമെങ്കിലും ദിവസവും ചെയ്തു കൊടുക്കുക. ഇനി നോയമ്പിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം നയിക്കുന്ന വഴിയാണ് നോമ്പ്. വചനം പറയുന്നു, ദൈവം നിന്നെ എല്ലായ്പ്പോഴും നടത്തും. വരണ്ട സ്ഥലങ്ങളിൽ തൃപ്തിയുള്ളവരായിരിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ വരണ്ട മരുഭൂമിയിൽ നിൽക്കുന്ന പോലെ അനുഭവപ്പെടും. പ്രാർത്ഥനയിൽ ഉത്സാഹമില്ലാതെയും
ആരോഗ്യ പ്രശ്നങ്ങളാലും കുടുംബ ബാധ്യതകളാലും നാം പെട്ടുപോകാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, വരണ്ട സ്ഥലങ്ങളിൽ നിന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുമെന്ന്. നമുക്കിത് മതിയല്ലോ. നോമ്പ് കാലത്ത് നാം എങ്ങനെയായിരിക്കണം? ട്രഡീഷണൽ നോയമ്പ്, അതായത് 50 നോയമ്പ്, നമ്മുടെ ജിജി അച്ഛനും കൊച്ചമ്മ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ 25 നോയമ്പ്. ഇത് രണ്ടും സാധ്യമല്ലാത്തവർക്ക് മറ്റൊരു തരത്തിൽ നോയമ്പ് നോക്കാൻ സാധിക്കും. ഒന്നാമത്, അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. 2, നല്ലതല്ലാത്ത വാക്കുകളിൽ നിന്നും ഒഴിവാകാം. 3, അനാവശ്യ ദേഷ്യത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. ഭക്ഷണവും വെള്ളവും പാഴാക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. ഈ നോമ്പ് കാലത്ത് നാം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥനയ്ക്കായി കുറച്ച് സമയം കൂടെ ചെലവഴിക്കണം. പാപം ഏറ്റുപറയുന്നതിനും അനുതാപ ഹൃദയത്തോടെയും തകർന്ന് നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെയും സാധിക്കുന്നിടത്തോളം ദൈവസന്നിധിയിലേക്ക് കടന്നുചെല്ല. ചാരിറ്റി ചെയ്യാം. സാധുക്കൾക്കും കർത്താവിൻ്റെ സഭയ്ക്കും സുവിശേഷത്തിനുമായി നമുക്ക് ചാരിറ്റി ചെയ്യാൻ സാധിക്കും. ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായി നടത്തുക. തിരുവചന വായന കുറച്ചുകൂടെ സമയം കണ്ടെടുത്ത് നടത്തുക. സൈലന്റ് പ്രയറിനും നമ്മൾ സമയം അല്പം കണ്ടെടുത്തണം. അറ്റുപോയ ബന്ധങ്ങളെ മുറികൂട്ടാൻ ശ്രമം നടത്തുക. അങ്ങനെ എത്രയായാലും കുറച്ച് ബന്ധങ്ങൾ നമ്മൾ അറ്റുപോയിട്ടുണ്ടാവും. ആ ബന്ധങ്ങളെ മുറികൂട്ടാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തുക. അവസാനമായി, ലെൻഡ് ഒരു ദുഃഖകാലമല്ല. കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവ് തൻ്റെ ജീവൻ നമ്മുടെ പാപങ്ങൾക്കും രോഗത്തിനുമായി അർപ്പിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ നടത്തും, ശക്തീകരിക്കും, അനുഗ്രഹിക്കും. അങ്ങനെ ഈ നോമ്പുകാലം നമുക്ക് ഓരോരുത്തർക്കും ആത്മീയ നവീകരണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കാലമാകട്ടെ. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ധാരാളമായി നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും അവൻ വരുത്തി